ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദുരിതാശ്വാസവും സർക്കാർ ജോലിയും. മേ ബി പെട്ടെന്ന് തമിഴിൽ കാണുമ്പോൾ എന്തോ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് മനസ്സിലായി കാണില്ല. ഓക്കെ, ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം. എന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞ ഒരു കാര്യത്തെ തുടർന്നാണ് നമ്മൾ ഈ പർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. ആള് ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു പർട്ടിക്കുലർ റാങ്കിൽ എന്തെങ്കിലും ആട്ടെ, പോസ്റ്റിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു റാങ്ക് ലിസ്റ്റ് ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. ഒരു റാങ്ക് ലിസ്റ്റ് പോലെ ഒരു സ്പെസിഫിക് പോസ്റ്റിലേക്കാണ് വന്നിരുന്നത്. അപ്പം ടേൺ വന്ന് 3 വർഷത്തെ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറാവുന്നു. അപ്പം ടേൺ പ്രകാരം ഇനി ഒരു വേക്കൻസി കിടപ്പുണ്ട്. ടേൺ വന്ന കറക്റ്റായിട്ട് ഇയാൾക്ക് ഈ വേക്കൻസി കിട്ടും. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് സർക്കാർ അവരുടേതായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്തു. എന്താ സംബന്ധിച്ചാൽ ദുരിതാശ്വാസത്തിന്റെ പേരിൽ ഒരാളെ നോമിനേറ്റ് ചെയ്ത് അയാൾക്ക് ജോലി കൊടുത്തു. സോ അങ്ങനെ ജോലി കൊടുത്തപ്പോൾ ഇയാളുടെ അവസരം നഷ്ടപ്പെട്ടു. ആ റാങ്ക് ലിസ്റ്റ് ഉള്ളത് അയാളുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു. അപ്പൊ സാർ ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞ് ഇയാൾ മെസ്സേജ് അയച്ചു. നമ്മുടെ യൂഷ്വലി വിമർശനാത്മകമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യാറില്ല, ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് മാത്രമാണ് ചെയ്യാറ്. അപ്പം സാർ ഇതിനെപ്പറ്റി ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഒരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ ഈ പർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം കേരളത്തിൽ മാറി വരുന്ന ഒരു ട്രെൻഡ്, അത് ഒരു ഗവൺമെന്റുകളും മോശമല്ല, എല്ലാ ഗവൺമെന്റുകളും ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടയോ പ്രളയമോ ഉണ്ടായി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന ആൾക്കാരെ ഫസ്റ്റ് രക്ഷപ്പെടുത്തുന്നു. ഒരു കുടുംബത്തിലെ 2 പേര് മരിച്ചുപോയി, അല്ല അപ്പനും അമ്മയും മരിച്ചുപോയി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇന്നൊരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. വിമാനാപകടമാകാം, അല്ലെങ്കിൽ റോഡ് അപകടമാകാം, വെള്ളത്തിലുണ്ടാകുന്ന അപകടം, മുങ്ങിച്ചത്തു പോയതാവാം, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എന്താ പറയുക മുങ്ങിമരണമാകാം, അങ്ങനെയുള്ള പല രീതിയിലുള്ള പല അപകടങ്ങളാവാം. ഓക്കെ, ചത്തു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് ശരിയല്ല, അതിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മുങ്ങിമരണങ്ങളാവാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ കൊലപാതകങ്ങൾ സംഭവിക്കാം. ഇപ്പൊ കുടുംബത്തിലെ 2 പേര് മരിക്കുന്നു, 3 പേര് മരിക്കുന്നു. സോ ഈ ഒരു പർട്ടിക്കുലർ കാര്യം സംഭവിച്ച് പിറ്റേ ദിവസം ആവശ്യപ്പെടുന്ന കാര്യമാണ് അവിടെയുള്ളവർക്ക് എന്താ പറയുക, സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഉരുൾപെട്ടലിൽ 8 വീട്ടുകാർ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ബാക്കിയുള്ള 8 പേർക്ക് സർക്കാർ ജോലി കൊടുക്കുക. സോ ബേസിക്കലി ദുരിതാശ്വാസവും സർക്കാർ ജോലിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇത് ദുരിതാശ്വാസത്തിന്റെ പേരിൽ സർക്കാർ ജോലി ആവശ്യപ്പെടുന്നത് തെറ്റ്, സർക്കാർ ജോലി കൊടുക്കുന്ന സർക്കാരുടെ തീരുമാനവും തെറ്റ്. ഏതെങ്കിലും ഒരു ഇത് കേൾക്കുമ്പം ഈ പറയുന്ന ആൾക്ക് ഒരു മനസാക്ഷി ഇല്ലല്ലോ, പറയുന്ന ആൾക്ക് ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ, സെൽഫിഷ് ആണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല ആളുകളുണ്ടാവാം. പക്ഷെ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തെ കാണുകയും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ എഫക്ട് നമുക്ക് മനസ്സിലാവുക. ഈ ഇത്തരത്തിലുള്ള എന്ത് ആക്സിഡന്റ് ഉണ്ടായാലും, ഫോർ എക്സാമ്പിൾ വെള്ളപ്പൊക്കമാവട്ടെ, മണ്ണിലിടിച്ചിലാവട്ടെ, ഉരുൾപൊട്ടലാവട്ടെ, പ്രളയമാവട്ടെ, അല്ലെങ്കിൽ ആക്സിഡന്റുകളാവട്ടെ, കൊലപാതകങ്ങൾ, ആ ഡേയിൽ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് ഒന്നാമത് വേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള കോമ്പൻസേഷൻ ആണ്. ഇപ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, മരണപ്പെട്ടു, അല്ലെങ്കിൽ എന്താ പറയുക, പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായി, ഡിസബിലിറ്റി സംഭവിച്ചു, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ മരിച്ചവർക്ക് അതനുസരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് അതനുസരിച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്ക് അനുസരിച്ച് കോമ്പൻസേഷൻ കിട്ടണം. നേരെ മറിച്ച് സ്ഥലവും വീടും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥലവും വീടും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം ലഭിക്കാനുള്ള അവസരം ഉണ്ടാവണം, അല്ലെങ്കിൽ പുതിയ വീട് വെച്ച് കിട്ടാനുള്ള അവസരം ഉണ്ടാവണം. ഇതെല്ലാം മാൻഡേറ്ററി റൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ നാച്ചുറൽ കലാമിറ്റി മൂലം സംഭവിച്ചതാണെങ്കിൽ ഇനി ഇത് ഉണ്ടാവാതിരിക്കാനുള്ള ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവണം. ജിയോളജിക്കൽ സ്റ്റഡീസ് നടത്തണം, മോർഫോളജിക്കൽ സ്റ്റഡീസ്, ഇതെല്ലാം നടക്കണം. പക്ഷേ അല്ലാതെ ഈ പറയപ്പെടുന്ന ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിന്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളതല്ല. ഇത് ശരിക്കും തെറ്റായ തീരുമാനമാണ്. എന്തിനാണ് ഈ ഗവൺമെന്റ് ഇത് ചെയ്യുന്നത്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഗവൺമെന്റുകൾക്ക് പൊളിറ്റിക്കൽ മോട്ടീവ്. ഫോർ എക്സാമ്പിൾ ആ പ്രദേശത്തുള്ള ആളുകളുടെ വികാരത്തെ എന്താ പറയുക, വികാരം പരിഗണിച്ചുകൊണ്ട് സർക്കാർ ജോലി കൊടുക്കുന്നു. ഇതൊന്നും ശരിയായ നടപടിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പോലെ പുറത്ത് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, റിലീജിയസ് ആയ പ്രശ്നം ഉണ്ടാകാം. ഒരു സർക്കാരുകളും മോശമല്ല, എല്ലാ സർക്കാരുകളും ചെയ്ത കാര്യം തന്നെയാണ്. ഇതിപ്പോ തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡ് പോലെ ഗവൺമെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. എപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടായാലും സർക്കാർ ജോലി ആവശ്യപ്പെടുന്ന തീരുമാനം ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഈ പർട്ടിക്കുലർ കേസിനകത്ത് സ്റ്റോപ്പ് ചെയ്യുകയും അതിന് പരമായിട്ട് കോമ്പൻസേഷനും സ്ഥലമോ വീടോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി കാര്യം അവസാനിക്കും. പിന്നീട് ഇത് കൊടുക്കുന്നില്ല, അതൊരു തീരുമാനം, ഒരു എന്താ പറയുക, ഒരു ഡിസൈസീവ് ആയിട്ട് ഒരു സ്റ്റെപ്പാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഇത് എന്ത് നടന്നാലും സർക്കാർ ജോലി ആവശ്യപ്പെടുക.
ഇതിന്റെ അർത്ഥം ഈ നഷ്ടപ്പെട്ടവരുടെ നഷ്ടത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നോ ഒന്നുമല്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു PSC എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരാളെന്ന് പറയുന്നത് മിനിമം ഒരു 2 വർഷം മുതൽ 6 വർഷം വരെ കൃത്യമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അതിന് ലെവൽ 1 എക്സാം എഴുതി, ലെവൽ 2 എക്സാം എഴുതി, ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, ഷോർട്ട് ലിസ്റ്റ് വന്ന്, വെരിഫിക്കേഷൻ കഴിഞ്ഞ്, റാങ്ക് ലിസ്റ്റ് വന്ന്, റാങ്ക് ലിസ്റ്റിനകത്ത് ടേൺ പ്രകാരം കാത്തിരുന്നു. ഒരു കേരളത്തിലേക്ക് ഒരു സ്ഥിതി വെച്ചിട്ടാണ്, ഒരു പർട്ടിക്കുലർ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ ഒരു അപ്പോയിന്റ്മെന്റിലേക്കൊക്കെ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2, 2.5, 3 വർഷം ഇത്രയും നാൾ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ കാത്തിരിക്കുന്ന ആളുകളുടെ അവസരമാണ് വെറുതെ നഷ്ടപ്പെട്ട് കളയുന്നത്. ഫോർ എക്സാമ്പിൾ, 1 വർഷത്തെ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റുകളുണ്ട്, 3 വർഷത്തെ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ബേസിക്കലി ഈ ജോലി കാത്തിരിക്കുന്ന ആളുകളുടെ അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നശിപ്പിക്കുകയാണ് സർക്കാരുകൾ ചെയ്യുന്നത്. പിന്നെന്താണ്, അവരുടെ ഹാർഡ് വർക്കിന് അല്ലെങ്കിൽ അവർ കൊടുത്ത ഇൻപുട്ടിന്, അവരുടെ പേഷ്യൻസിന് യാതൊരു വാല്യൂം ഇല്ലാതെ ഒരു എന്താ പറയാ, ഒരു ഇപ്പൊ ആൾക്കാർ ആവശ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, പലയിടത്തെയും ദുരിതാശ്വാസങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇന്ന കമ്പനിയിൽ ഇന്ന പോസ്റ്റിലേക്ക് ഇന്നയാൾക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അല്ലെങ്കിൽ ഇന്നിടത്തേക്ക് ജോലി കൊടുക്കണം, ഇന്ന ലെവലിൽ ജോലി കൊടുക്കണം. ബേസിക്കലി നിങ്ങൾക്കൊരു കോമ്പൻസേഷനുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. അതിപ്പം സ്ഥലമോ പ്രോപ്പർട്ടിയോ വീടോ ഒക്കെ നഷ്ടപ്പെടും, അതനുസരിച്ചുള്ള കോമ്പൻസേഷൻ. ആളുകളുടെ നഷ്ടമാണെങ്കിൽ അതനുസരിച്ചുള്ള കോമ്പൻസേഷൻ, അല്ലെങ്കിൽ ഇഞ്ചുറീസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള കോമ്പൻസേഷൻ. ഇതിനെല്ലാം നിങ്ങൾക്ക് എല്ലാവിധ റൈറ്റും ഉണ്ട്. പക്ഷേ ഈ സർക്കാർ ജോലി ദുരിതാശ്വാസ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പാർട്ടാണ് ഗവൺമെന്റ് ജോലി എന്ന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ഡിസാസ്റ്റർ ഉണ്ടായാലും ആ ഡിസാസ്റ്റർ പറ്റി എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്ക് യാതൊരു വിലയില്ലാതെ പിന്നെ ഒരു കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു അവസരം ഇല്ല. കാരണം അതിന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ പറയപ്പെടുന്ന ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന പൊളിറ്റിക്കൽ മോട്ടീവാണ്. അപ്പൊ ഇതിനകത്ത് കൗണ്ടറായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ആശ്രിത നിയമനം അപ്പൊ ശരിയാണോ തെറ്റാണോ? ബേസിക്കലി ആശ്രിത നിയമനവും വേണ്ടെന്ന് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും സർവീസിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പറയപ്പെടുന്ന വ്യക്തിയുടെ എത്ര വർഷത്തെ സർവീസ് ഉണ്ട്, ഇപ്പോഴത്തെ സാലറി എത്രയാണ്, ഇനി എത്ര വർഷം കൂടെ മിച്ചമുണ്ട്, അല്ലെങ്കിൽ എന്നെല്ലാം പരിഗണിച്ചിട്ട് അവർക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടാനായിട്ടുള്ള എല്ലാ അവകാശമാണ്. കോമ്പൻസേഷൻ ഉറപ്പായിട്ട് കിട്ടണം. ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നവർക്ക് പെൻഷനുള്ള സ്കീം ഉണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കണം. ഇതെല്ലാം ഫൈൻ. അല്ലാതെ ആശ്രിത നിയമനം എന്നുള്ള പേരിൽ ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്ന സ്കീമും പിൻവലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് മെറിറ്റ് ബേസ്ഡ് ആയിട്ട് മാത്രം സർക്കാർ ജോലി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നത്. എക്സാം നടത്തി ഇന്റർവ്യൂ പ്രകാരം എക്സാമും ഇന്റർവ്യൂവും കഴിഞ്ഞ് കൃത്യമായിട്ട് മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് മാത്രമേ അപ്പോയിന്റ്മെന്റ് വരാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ടൂൾ ഒന്നുമല്ല. ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ പറ്റാതിരുന്ന് കഴിയുമ്പം സർക്കാർ അത് ചെയ്തു, അല്ലെങ്കിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂൾ ഒന്നുമല്ല സർക്കാർ ജോലി കൊടുക്കുന്നത്. ഇത് ബേസിക്കലി അവസരങ്ങൾ കാത്തിരിക്കുന്ന കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ അവസരം നശിപ്പിക്കുക. എന്താണ് ഇവർക്ക് വേണ്ടി സംസാരിക്കപ്പെടാത്തത്? കാരണം വളരെ സിമ്പിൾ മാത്രമാണ്. കാരണം ജോലി കാത്തിരിക്കുന്ന ഓരോരുത്തരുടെയും അത് അവന്റെ മാത്രം വ്യക്തിപരമായ വിഷയമാണ്. അവനൊരു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ ഒരു മാസ് പൊളിറ്റിക്സോ ഒന്നുമില്ല. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, ദുരിതാശ്വാസം എന്നുള്ള പേരിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടൂളായിട്ട് ഒരു കാരണവശാലും സർക്കാർ ജോലി കൊടുക്കാനായി പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആശ്രിത നിയമനം പോലും പുനഃപരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പുണ്ടാവാം, വിയോജിപ്പുണ്ടാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായും രേഖപ്പെടുത്താവുന്നതാണ്. ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയിലൂടെ ഉണ്ടാവുന്ന ഒരു നഷ്ടം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ജീവിതോപാധി നഷ്ടപ്പെട്ടതോ സ്ഥലമോ വീടോ നഷ്ടപ്പെട്ടതൊന്നും ചെറുതാണെന്ന് കരുതുന്ന ഒന്നുമല്ല. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ടൂൾ അല്ല സർക്കാർ ജോലി കൊടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്ക് പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്നും ഇൻഫോർമേറ്റീവ് ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.